ന്യൂസ് ടെൻസ് ആദ്യം കടക്കുന്നത് വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളിലേക്ക് തന്നെയാണ്. വീട്ടിലെ പ്രസവങ്ങൾക്ക് കാരണം മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസം എന്നുള്ളതിൽ തർക്കമില്ല. വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകവുമാണ്. കഴിഞ്ഞ ദിവസം സ്ത്രീ മരിച്ച മലപ്പുറത്താണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടക്കുന്നത്. അതേസമയം വീട്ടുപ്രസവങ്ങൾക്ക് ഇസ്ലാം വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതർ പ്രതികരിക്കുന്നത്. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് ഈ ആന പേരുണ്ട്. എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റുന്നത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങുറച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. പൂച്ച 6 പേരുന്ന്, ആട് പേരുന്ന് 2, 3, 4, നായ 3 മാസം പേരുണ്ട്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ആനയും പൂച്ചയും ആശുപത്രിയിലാണോ പ്രസവിച്ചതെന്ന് ചോദിച്ചാണ് ഉസ്താദുമാർ വീട്ടിൽ പ്രസവിക്കാൻ ആളുകളെ ഉത്ബോധിപ്പിക്കുന്നത്. ഇത്തരം അസംഖ്യം വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പലതിലും പല യുക്തികൾ. അന്യപുരുഷന്മാർ മുഖം കാണുന്നത് പോലും നിഷിദ്ധമാണെന്നിരിക്കെ എങ്ങനെ ആശുപത്രിയിൽ പോയി പ്രസവിക്കുമെന്നാണത്രേ പ്രധാന ചോദ്യം. മുസ്ലിം കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഇതൊന്നും മറ്റുള്ളവർ കാണാൻ പാടില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് സത്യത്തിൽ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഇസ്ലാം കൂടുതൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകൾ. പക്ഷെ ഖുർആനിലടക്കം അങ്ങനെ ഒരു ഇതും ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലെ ആളുകൾ വെറുതെ അങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനും ഒരു മതപ്രഭാഷകനായിരുന്നു. വീട്ടിലെ പ്രസവമടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന മടവൂർ കാഫില എന്നൊരു യൂട്യൂബ് പേജുമുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായ ഇദ്ദേഹത്തിന്. അന്ധവിശ്വാസമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന്റെ പിറകില് പ്രധാനമായിട്ടുള്ള സാമ്പത്തിക താല്പര്യമാണ്. കാരണം ഈ യൂട്യൂബർമാർക്കൊക്കെ ഇപ്പൊ നല്ല കൊയ്ത്ത. അന്ധവിശ്വാസങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന യൂട്യൂബർമാർക്ക് നല്ല ഡിമാൻഡുണ്ട്. അവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. 10,000 കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. ഇസ്ലാമിലെ തന്നെ പുരുഷ മേധാവിത്വത്തിന് അവരാണ് ലീഡ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്ത്രീകൾ ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ നേടി സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും വെറും വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ഖുർആനിലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അതേസമയം ഇസ്ലാം ഇത്തരം ഒരു നിർബന്ധവും പിടിക്കുന്നില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതരുടെ അഭിപ്രായം. പലതും വളച്ചൊടിച്ചതാണ്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ചികിത്സിച്ചുകൂടാ എന്നില്ല. പക്ഷെ ഒരു പ്രസവം നടക്കുമ്പോൾ ഇസ്ലാമിൽ ചില പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഒരു കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുക, അതുപോലെ തന്നെ ആ കുഞ്ഞിന് മധുരം നൽകുക. ഈ ചടങ്ങൊക്കെ സാധാരണ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലേബർ റൂമിൽ നിന്ന് അവർ ഡെലിവറി കഴിഞ്ഞ് അവർ കുഞ്ഞിനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആദ്യമായി നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പുറത്തു തരുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നതിന് ഏത് വിഭാഗത്തിൻ്റെ ഹോസ്പിറ്റലായാലും അതിനെതിരല്ല. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൂടാ എന്നൊരു മതവിധിയില്ല. വസ്തുത ഇതായിരുന്നിട്ടും മലപ്പുറം ജില്ലയിൽ വീട്ടുപ്രസവങ്ങൾ കൂടുകയാണ്. രഹസ്യമായി വീട്ടുപ്രസവങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകുന്ന കൂട്ടായ്മകൾ വരെയുണ്ട് ഇപ്പോൾ. മറ്റിടങ്ങളേക്കാൾ മലപ്പുറത്തിത് വ്യാപകമാകുന്നുവെന്നാണ് പോലീസിന്റെ അനുമാനം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന 2391 വീട്ടുപ്രസവങ്ങളിൽ 1337 നടന്നത് മലപ്പുറത്താണ്. ആർക്കും ഇതിന്റെ അപകടം അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇതിനെതിരെ വ്യാപക പ്രതിരോധം തീർക്കേണ്ട സമയത്ത് പലരും മൗനം പാലിക്കുകയാണ്. ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഈ വിഷയത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ ആദ്യം മലപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് തന്നെ ചേരുന്നു. അനുമോദ്, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് വീട്ടിലെ പ്രസവം നിർത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു അവകാശവാദവുമൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് പല സമയങ്ങളിൽ വന്നതാണ്. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. അതിനപ്പുറത്തേക്കാണ്, അതിന് വിരുദ്ധമായിട്ടാണ് കണക്കുകൾ എന്നുകൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അസ്മയുടെ മരണമടക്കം ഇത് മതവിശ്വാസമല്ല ഈ പറയുന്നത് എന്ന് മതപണ്ഡിതരും മുജാഹിദ് വനിതാ വിഭാഗം ഒക്കെ പറയുമ്പോഴും അങ്ങനെയല്ല എന്ന് പറയുന്ന ഉസ്താദുമാരെയും യൂട്യൂബ് ഇൻഫ്ലുവൻസറെയൊക്കെയാണ് പുതിയ തലമുറ കേൾക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏതെല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്? അപർണ, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത്തരം അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നതാണ് ആശങ്കയുയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം.
എത്രത്തോളം ശാസ്ത്രവിരുദ്ധതയാണ് ഇവർ പ്രസംഗിക്കുന്നത് എന്ന് നമ്മൾ അവരുടെ പ്രസംഗം കേട്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഒരു തരത്തിലും ആശുപത്രി വേണ്ട, അത് വെറുതെ ആളുകളെ പറ്റിക്കാനുള്ളത്, ചൂഷണം ചെയ്യാനുള്ളതാണ്. ഇതൊരു പ്രകൃതിയായി ചെയ്യേണ്ട കാര്യമാണ്. ഇതിന് പണ്ട് അങ്ങനെ ആയിരുന്നു ചെയ്തത്, അതിന് അങ്ങനെ തന്നെ വേണം തുടരാൻ. ഇതൊക്കെ പറയുമ്പോഴും ഇതിനുള്ളിൽ ഒളിച്ചു വെക്കുന്ന ഒന്ന്, ഇവരുടെ എല്ലാം തന്നെ പുരുഷ മേധാവിത്വ മനോഭാവം കൂടിയുണ്ട്. സ്വന്തം ഭാര്യയുടെ മുഖം പോലും മറ്റൊരാൾ കാണരുതെന്ന് കരുതുന്ന അത്തരത്തിലുള്ള ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രസവങ്ങളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതിന് മതത്തെ കൂട്ടുപിടിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. മതത്തിൽ അങ്ങനെ യാതൊന്നും പറയുന്നില്ല എന്ന് മതത്തെക്കുറിച്ച് അറിയുന്ന യഥാർത്ഥ ജ്ഞാനമുള്ള പണ്ഡിതർ പറയുമ്പോഴും ഇത് അങ്ങനെയാണ്, ഇത് ആന പ്രസവിക്കുന്നില്ലേ, പട്ടി പ്രസവിക്കുന്നില്ലേ, പൂച്ച പ്രസവിക്കുന്നില്ലേ എന്നെല്ലാം പറഞ്ഞ് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇതിനെയെല്ലാം വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോട് താല്പര്യമുള്ള ആളുകൾ ഇത് ഇത് എടുത്ത് അവർ ഇതാണ് മതത്തിൽ പറയുന്നത് എന്ന തരത്തിൽ അത് ഉപയോഗിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെ യഥാർത്ഥത്തിൽ ഒരു തരത്തിലും മതത്തിൽ അനുശാസിക്കുന്ന നിയമങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് ഈ മേഖലയിൽ അറിയപ്പെടുന്ന മതപണ്ഡിതരും പ്രമുഖരും ഒക്കെ അഭിപ്രായപ്പെടുമ്പോഴും നിർബാധം ഇത് തുടരുന്നു എന്നുള്ളതാണ് വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം. പക്ഷേ ഇത് മതമായതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പ്രചാരണങ്ങൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നതുകൊണ്ട് തന്നെ ആരും ഇതിനെതിരെ തുറന്ന് സംസാരിക്കാൻ, തുറന്ന് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരാശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ തന്നെ ഈ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോഴാണ് ഇതൊക്കെ ഇത്രമാത്രം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യം പോലും പലരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മറ്റു പല ജില്ലകളിലും ഉള്ളവർ ഇവിടെ ഇത് സാധ്യമാകുമെന്ന് കണ്ട് ഇവിടേക്ക് എത്തുന്നു എന്നൊരു പോലീസിന്റെ വിവരം കൂടി ലഭിക്കുന്നത്. അതായത് മലപ്പുറത്ത് സംഭവിക്കുന്ന വീട്ടുപ്രസവങ്ങൾ എല്ലാം മലപ്പുറത്തുകാരുടേതല്ല. അതിപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ട പെരുമ്പാവൂരിൽ അസ്മയുടേത് വരെ. അപ്പോൾ അവിടെ അസ്മയുടെ കേസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആലപ്പുഴയിൽ 2 തവണ വീട്ടുപ്രസവം ഉണ്ടായിട്ട് അവിടുത്തെ കുടുംബാരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അയാൾ ഇവിടേക്ക് വന്നതാണ്. ഇവിടെ പള്ളിയിലാണ് ജോലി, ഈ മേഖലയിലാണ് ജോലി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താണ് ചെയ്തത്? ഇവിടെ വീട്ടുപ്രസവം നടത്തി. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആശയങ്ങളും ഇത്തരത്തിലുള്ള താല്പര്യങ്ങളും വെച്ചു പുലർത്തുന്നവർക്ക് ഇവിടെ ഏതൊക്കെയോ തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ അടിസ്ഥാനമുണ്ട്. അതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നതും. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത്തരം പ്രചാരണം നടത്തുന്ന ആളുകൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടായ്മ സംവിധാനങ്ങളൊക്കെ രൂപീകരിച്ച് അവർ വേണ്ട പിന്തുണ കൊടുക്കുന്നു, ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള വീട്ടുപ്രസവങ്ങൾ അത് ഈ കാലത്ത് തുടരേണ്ട ഒന്നാണ് എന്നൊരു തെറ്റായ സന്ദേശം കൂടി പരത്തുന്ന കാര്യമാണത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരം ഗ്രൂപ്പുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു എന്ന് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും മതത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് മതവിധികളെ തെറ്റായി പ്രചരിപ്പിച്ച് ശാസ്ത്രവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന, ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ആ തരത്തിലുള്ള ആളുകൾ മലപ്പുറത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുത തന്നെയാണ്. അപർണ, അനുമോദ, അതാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നതെങ്കിൽ അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടവരും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിൽ പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ടാവും രാഷ്ട്രീയ നേതാക്കളടക്കം. പക്ഷെ അങ്ങനെ ഒരു സ്പെസിഫിക് കണക്ക് തന്നെയാണോ ഇത്? കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടക്കുന്ന കണക്കുകൾ വരുന്നത് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചു തന്നെയാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ആ കണക്കുകളിൽ തന്നെ 2391 എന്ന വലിയ ഒരു നമ്പറിൽ 1337 മലപ്പുറത്താണ് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ കണക്കാണത്, സർക്കാരിൻ്റെ കയ്യിലുള്ള വിവരമാണത്. സ്വാഭാവികമായിട്ടും ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഇത് കൂടുതൽ തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? 1, മലപ്പുറത്തെ പോപ്പുലേഷൻ, 2, മലപ്പുറത്ത് ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിലുള്ള രീതി പിന്തുടരുന്നതിൽ മടി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. 3, മറ്റ് ജില്ലകളിൽ സാധ്യമല്ലാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നൊരു സന്ദേശം നൽകുന്നു. ഈ 3 കാര്യങ്ങളും മലപ്പുറത്തിനെ സംബന്ധിച്ച് ഈ കണക്കുകൾ കൂടുമ്പോൾ അതിന് കാരണമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. കാരണം ജനസംഖ്യ കൂടുതലുള്ള സ്ഥലത്ത് ജനനങ്ങളും കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും ഏത് തരത്തിൽപ്പെട്ട ആളുകളാണ് ഭൂരിപക്ഷമുള്ളത് അവരുടെ രീതിക്ക് അനുസരിച്ച് ഇത് മാറ്റം വരും, അല്ലെങ്കിൽ അതിൽ ഉയർച്ച ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കൂട്ടിയിണർത്തി പറയുമ്പോൾ മലപ്പുറത്തെ ഇത്തരം പ്രസവങ്ങൾ കൂടുന്നതിൻ്റെ എണ്ണം, അതിൻ്റെ കാരണം ഇത് ഈ 3-4 കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് വ്യക്തമാകേണ്ടി വരും. ഇത് ജില്ലയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതോ ഏതെങ്കിലും വിഭാഗത്തിന് വിരുദ്ധമായിട്ടുള്ളതോ ഒന്നുമല്ല, വസ്തുതകളായത് ആണ് നമ്മൾ ഈ പങ്കുവെക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മറ്റൊരു വ്യാഖ്യാനങ്ങൾക്ക് ഇവിടെ പ്രസക്തിയുമില്ല.
അപർണ. റൈറ്റ്, ഞാൻ തിരികെ എത്താം. അനുമോദ്, ഏത് തരത്തിലാണ് മുസ്ലിം സംഘടനകളടക്കം വ്യക്തമായിട്ടുള്ള നിലപാടുകളൊക്കെ ഇതിനകത്ത് എടുക്കണ്ടേ? അതിനുള്ള സമയം അതിക്രമിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതിലേക്ക്